അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ പ്രൊഫഷണൽ വിങ് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത് മങ്കി പോക്സ് അഥവാ വാനരവസൂരി. പൊതുവെ ഒരു വൈറസ് എന്ന് കേൾക്കുമ്പോൾ, കോവിഡിന് ശേഷം ഒരു വൈറസ് എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളിൽ ഭയങ്കര ആശങ്കയും ഭയങ്കര പ്രതിസന്ധി ആ മുഖത്ത് ഫീൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാനരവസൂരി എന്താണ്, ഇതൊരു പകർച്ചവ്യാധിയാണോ, അതുപോലെ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ്, അതിൻ്റെ ഒരു ഫാസ്റ്റ് എത്രമാത്രം സ്പീഡിലാണ് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പ്രതിവിധികൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അതിലുപരി ജനങ്ങളിലുള്ള ഒരു ഭീതി അകറ്റുക, പ്രത്യേകിച്ച് നമ്മളെ ഗൾഫ് മലയാളികളിൽ വരെ ഈ ഒരു ചർച്ച വളരെ ഭീതിജനകമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരിയായ രീതികളും എന്താണ് നമ്മളെ പ്രിക്വേഷൻസ് വേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നാം കൊണ്ടുവരുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്രൊഫസർ ഡോക്ടർ വി അബ്ദുൽ ജലീൽ സാറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. അതോടൊപ്പം കൂടെയുള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ നാരായണൻ നമ്പൂതിരി സാറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. ആദ്യമായി നമുക്കിതിൻ്റെ ഒരു ചരിത്ര പാശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോവാം. എന്താണ് ഇതിൻ്റെ ഒരു ചരിത്ര പാശ്ചാത്തലം? അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന മങ്കി പോക്സിനെ കുറിച്ചാണ്. അപ്പം മങ്കി പോക്സ് അഥവാ വാനരവസൂരി എന്ന് അതിനെ വിളിക്കും. അപ്പം ഇതൊരു വൈറൽ സൂണോട്ടിക് ഡിസീസാണ്. അപ്പോൾ അതായത് ഇത് വൈറസിൽ നിന്നാണ് പടരുന്നത്. മങ്കി പോക്സ് എന്ന് പറഞ്ഞാൽ വൈറസിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പടരുന്നത്. സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജന്തുജന്യ രോഗമാണ്. അഥവാ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നൊരു രോഗം എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് വാനരവസൂരി എന്ന് ഇതിനെ വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. ഈ വസൂരി എല്ലാവർക്കും അറിയുന്നതാണ്, സ്മോൾ പോക്സ്. അപ്പം നമ്മൾ സ്മോൾ പോക്സ് 1980-കളിൽ തന്നെ നമ്മുടെ ഭൂമുഖത്തു നിന്ന് പോയ ഒരു ഡിസീസാണ് സ്മോൾ പോക്സ് അഥവാ വസൂരി. ഏകദേശം 500 ദശലക്ഷം പേരുടെ മരണത്തിനിടയാക്കിയ, ഏകദേശം 300ഓളം പേരുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ഒരു വലിയ രോഗമാണ് വസൂരി, അല്ലേ. അപ്പോൾ ആ വസൂരി എന്ന രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളോട് സാമ്യതയുള്ളത് കൊണ്ടാണ് ഇതിനെ വാനര വസൂരി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ വാനര വസൂരി എന്ന് വിളിക്കാൻ കാരണം എന്താണ്, അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പം വാനര വസൂരി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1958-കളിൽ ഡെൻമാർക്കിലെ ഒരു ലാബിൽ കുരങ്ങുകളെ വെച്ചൊരു റിസർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ആ ഒരു റിസർച്ചിനിടയിൽ ഈ കുരങ്ങുകളിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ വാനര വസൂരി എന്ന രോഗം കണ്ടെത്തിയത്. കുരങ്ങുകളിലാണ് വാനരവസൂരി ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ഈ കുരങ്ങുകൾ പടർത്തുന്ന രോഗമായതുകൊണ്ടല്ല, കുരങ്ങിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് അതിനെ നമ്മൾ വാനരവസൂരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വസൂരിയുടെ ഒരു രോഗലക്ഷണങ്ങളുള്ളതുകൊണ്ട് അതിനെ വസൂരി എന്നുള്ള വാക്ക് ചേർക്കുകയും കുരങ്ങുകളിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ട് തന്നെ വാനരവസൂരി എന്ന് ചേർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ രോഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു ഉത്ഭവത്തിനെ കുറിച്ചിട്ടുമൊക്കെ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാവും. അപ്പോൾ ആ കഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 1958-ൽ വാനരവസൂരി ഈ കുരങ്ങിൽ കണ്ടെത്തി. അതിനുശേഷം മനുഷ്യനിലേക്ക് അത് വരുന്നത് 1970-കളിലാണ്. 1970-ൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ആഫ്രിക്കൻ രാഷ്ട്രമാണ്. അപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിൽ 9 വയസ്സുള്ള ഒരു ബാലനിലാണ് ആദ്യമായിട്ട് മങ്കി പോക്സ് കണ്ടെത്തുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ആ ബാലനിൽ ഈ അസുഖം വന്നു എന്ന് ഗവേഷകർ ചിന്തിച്ചു. അങ്ങനെ അവർ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലൻ താമസിച്ചിരുന്നത് അവിടെയുള്ള ഒരു മഴക്കാടിനടുത്തായിരുന്നു. ഈ വലിയ ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ആ ബാലൻ്റെ വീട്ടിൽ ഒരുപാട് വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു. അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഗവേഷകർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായി, ഈ അണ്ണാൻ കുഞ്ഞിൽ നിന്നും ഈ മഴക്കാടുകൾക്ക് അടുത്തു നിന്നുള്ള ആയതുകൊണ്ട് തന്നെ അണ്ണാൻ കുഞ്ഞിന് എവിടുന്നോ ഈ വൈറസ് ബാധ ഏൽക്കുകയും അണ്ണാൻ കുഞ്ഞിൽ നിന്ന് ഈ ബാലനിലേക്ക് ഈ അസുഖം വരികയും ചെയ്തു എന്ന് മനസ്സിലായി. അതിനുശേഷം ആഫ്രിക്കയിലുള്ള ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലേക്കും അതുപോലെ മഴക്കാടുകൾക്ക് അടുത്തേക്കുമുള്ള രാഷ്ട്രങ്ങളിലേക്കുമെല്ലാം ഈ മങ്കി പോക്സ് വ്യാപിച്ചു.
പ്രധാനമായിട്ടും മധ്യ ആഫ്രിക്കയിലേക്കും പടിഞ്ഞാറേ ആഫ്രിക്കയിലേക്കുമാണ് മങ്കി പോക്സ് കൂടുതലായിട്ടും ബാധിക്കുകയുണ്ടായത്. പ്രധാനമായിട്ടും ബാധിച്ച രാജ്യങ്ങൾ കാമറൂൺ, ഘാന, സുഡാൻ, നൈജീരിയ, ലൈബീരിയ തുടങ്ങിയ ഐവറി കോസ്റ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്കാണ് ഇത് പടർന്നത്. പ്രധാനമായിട്ട് നൈജീരിയയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മങ്കി പോക്സ് കേസുകൾ കണ്ടെത്തിയ രാഷ്ട്രം നൈജീരിയയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ളത്, മങ്കി പോക്സ് മൂലമുള്ള മരണങ്ങൾ നടന്നിട്ടുള്ളതും നൈജീരിയയിലാണ്. അതിനുശേഷം 1970 മുതൽ 2000 വരെ ആഫ്രിക്കയിൽ പല രാഷ്ട്രങ്ങളിലേക്കും ഈ മങ്കി പോക്സ് വ്യാപിച്ചു. അപ്പം 2000-ന് ശേഷം ആണ് ആദ്യമായിട്ട് ഒരു കേസ് ആഫ്രിക്കയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ആഫ്രിക്ക എന്നുള്ള കോണ്ടിനെൻറ്റിൽ നിന്നും പുറത്തേക്കുള്ളൊരു കോണ്ടിനെൻറ്റിലേക്ക് ഈ വാനര വസൂരി പോയത് 2003-ലാണ്. അത് USA-യിലായിരുന്നു. USA-യിലുള്ള ഒരാൾക്കാണ് ആദ്യമായിട്ട് ആഫ്രിക്കയുടെ പുറത്ത് ഈ വാനര വസൂരി ബാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കോൺഷ്യസ് ആയി എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത് എന്നുള്ളത്. അയാളാണെങ്കിൽ ആഫ്രിക്കയിലേക്ക് ട്രാവൽ നടത്തുകയൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് നമ്മൾ ലോകാരോഗ്യ സംഘടന ഒന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ രോഗം ബാധിച്ച USA-കാരൻ വീട്ടിൽ അണ്ണാൻ കുഞ്ഞിനെ വളർത്തിയിരുന്നു. അദ്ദേഹം ഒരുപാട് വിവിധ തരത്തിലുള്ള അണ്ണാനുകളെ അദ്ദേഹം വീട്ടിൽ വളർത്തിയിരുന്നു. അപ്പോൾ ഈ അണ്ണാൻ എങ്ങനെയാണ് ഈ രോഗം ബാധിച്ചതെന്നും കൂടി അവർക്ക് സംശയമായി. കാരണം ഇതൊരു മഴക്കാടിനനുസരിച്ച് അടുത്തുള്ളൊരു സ്ഥലമൊന്നുമല്ല. അപ്പം ഈ അണ്ണാൻ കുഞ്ഞിനെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് നോക്കി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ്, സാധാരണ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ആ പെറ്റ് ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചു. അപ്പോൾ ആ പെറ്റ് ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം ആഫ്രിക്കയിലുള്ള ഘാന എന്ന രാഷ്ട്രത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു. ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം ഒരു കൂട്ടിലിട്ടുകൊണ്ടാണ് അവരവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കൂട്ടിലായപ്പോൾ ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റ് വന്നു. അങ്ങനെ അതിലേതെങ്കിലും ഒരു അണ്ണാൻ കുഞ്ഞിന് ഈ രോഗം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും അത് പടരും. അപ്പോൾ അവിടെ നിന്ന് ഇയാൾ വാങ്ങിച്ചു, ഈ രോഗം കിട്ടി. ഇയാൾക്ക് രോഗം കിട്ടിയതോടെ ആ ഒരു ഔട്ട് ബ്രേക്ക് 1970 USA-യിൽ ഏകദേശം 70 മങ്കി പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 5ഓളം മരണങ്ങളും നടന്നു. അങ്ങനെയായപ്പോൾ ലോകാരോഗ്യ സംഘടന ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇതിങ്ങനെ പടരുന്നുണ്ടല്ലോ, എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി. പക്ഷേ ഒന്നും സാധിച്ചില്ല. മങ്കി പോക്സിനെ തടയാൻ പറ്റിയില്ല. മങ്കി പോക്സ് പല രാഷ്ട്രങ്ങളിലേക്ക് പിന്നീട് വ്യാപിച്ചു. ഉദാഹരണം ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കും UK-യിലോട്ടും അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലേക്കെല്ലാം മങ്കി പോക്സ് വ്യാപനമുണ്ടായി. ഇതിനു മുന്നേയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപനമുണ്ടായി. ഇപ്പോൾ 2018 സിംഗപ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു മങ്കി പോക്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2019 UK-യിൽ ഉണ്ടായിട്ടുണ്ട്, 2021 USA-യിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ കേസുകളായിരുന്നു. അതൊരു 10-20 മങ്കി പോക്സ് കേസുകളുണ്ടാവും. മരണങ്ങളും വളരെ കുറവായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരു 30 കേസ് അങ്ങനെ അവിടെ നിൽക്കും. അതിൽ കൂടുതലായിട്ട് വ്യാപിക്കുന്നില്ലായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇതിനെല്ലാം നമുക്കൊരു റൂട്ട് കണ്ടെത്താൻ പറ്റിയിരുന്നു. പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ആഫ്രിക്കൻ രാജ്യത്ത് പോയി വന്നവരോ അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടി, ബാക്കിയുള്ളവർക്ക് കിട്ടിയതായിരിക്കും. അങ്ങനെ എപ്പിഡമിയോളജിക്കൽ ലിങ്ക് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഈ 2022 പുറപ്പെട്ട ഈ ഒരു മങ്കി പോക്സിൻ്റെ വ്യാപനത്തിൽ നമുക്കുള്ള പ്രശ്നവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതാണ്. നമുക്കൊരു എപ്പിഡമിയോളജിക്കൽ ലിങ്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ആദ്യത്തെ ആൾക്ക് പറ്റി, പക്ഷേ പിന്നീട് വന്ന പലർക്കും നമുക്ക് എപ്പിഡമിയോളജിക്കൽ ലിങ്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ 2002 മങ്കി പോക്സ് തുടങ്ങിയത് മെയ്യിലാണ്. മെയ് 6 UK-യിലായിരുന്നു ആദ്യത്തെ കേസ് നമ്മൾ കണ്ടത്. UK-യിൽ ആദ്യത്തെ കേസ് വന്നു. അതിനുശേഷം UK-യിലെ കേസ് ആദ്യത്തെ ലിങ്ക് നമുക്ക് കണ്ടെത്താൻ പറ്റിയ അദ്ദേഹം നൈജീരിയയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആ രോഗം വന്നതെന്നുള്ളത് കണ്ടെത്തി. പക്ഷേ UK-യിൽ നിന്നും അത് വീണ്ടും എല്ലാ കോണ്ടിനെൻസിലേക്കും പോയി. യൂറോപ്പിലുള്ള ബാക്കി രാജ്യങ്ങളിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, ആഫ്രിക്കയിലേക്ക് പോയി, ഏഷ്യയിലേക്ക് പോയി. അന്റാർട്ടിക്ക എന്നുള്ള കോണ്ടിനെൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കോണ്ടിനെൻസിലേക്കും മങ്കി പോക്സ് വ്യാപിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇത് വ്യാപിക്കുന്നതിനോടൊപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലേക്കും ഇത് മെല്ലെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് ലോകത്ത് എല്ലായിടത്തും വന്നു തുടങ്ങുമ്പോൾ നമ്മളും ഇത് ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ ആദ്യം ഗൈഡ് ലൈനൊക്കെ ഇറക്കി, പക്ഷേ നമ്മളിലേക്ക് വരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മളിലേക്കും അത് വന്നു. നമുക്ക് വന്നത് 15 ജൂലൈ 15 ഇവിടുത്തെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഫസ്റ്റ് കേസ് തിരുവനന്തപുരത്താണ് റിപ്പോർട്ട് ചെയ്തത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആദ്യത്തെ കേസ് അത് നമ്മുടെ കേരളത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം പുറത്തു പോയി UAE-യിൽ ട്രാവൽ ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയതായി, അവിടുന്ന് വേറെ അവിടെ നിന്ന് വന്നപ്പം അങ്ങനെ ട്രാവൽ ചെയ്ത് കിട്ടിയ അതിൻ്റെ എപ്പിഡമോളജിക്കൽ ലിങ്ക്
കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ളതിൻ്റെ ഒന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം 82 രാജ്യങ്ങളോളം ഇപ്പം ഈ 2020 ഈ മെയ് 6 മുതൽ ഈ ഓഗസ്റ്റ് 18 വരെയുള്ള ആ ഒരു ദിവസങ്ങളിൽ ഈ 82 രാജ്യങ്ങളിൽ ഈ മങ്കി പോക്സ് വ്യാപിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ലോകത്ത് ഏകദേശം ഈ ഒരു ഗ്യാപ്പിൽ 35,000 കേസുകളുണ്ട്. ഏകദേശം 115 മേലെ മരണങ്ങളും മങ്കി പോക്സ് മൂലം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് 9 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 5 എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നാണ്, അതിൽ 4 എണ്ണം ഡൽഹിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഒരേ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തത്, അതും നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഏഷ്യയിൽ തന്നെ ആദ്യത്തെ മരണം, മങ്കി പോക്സ് മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. തൃശ്ശൂരുള്ള 22 വയസ്സുള്ള ഒരു പയ്യനാണത് ബാധിച്ചത്. അപ്പോൾ ഇത്രയധികം വ്യാപിച്ചിട്ടുണ്ട് ഈ മങ്കി പോക്സ്. അപ്പം എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ഭയം അല്ല വേണ്ടത്, നമുക്ക് ജാഗ്രതയോടെ തന്നെ മുന്നേറുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ പുതിയ രോഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കൊറോണ വരുത്തി വെച്ച ഈ ഭയം മങ്കി പോക്സ് ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൊറോണയുമായി താരതമ്യം ഇതിൻ്റെ സ്പ്രെഡിങ് കപ്പാസിറ്റി എത്രത്തോളമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ വിശദമായിട്ട് ഡോക്ടർ നാരായണൻ അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് ആദ്യം തുടങ്ങിയത് എന്നാണ്, പിന്നെ രണ്ടാമത് തുടങ്ങി, അപ്പോൾ ഒരു വളരെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ സ്പ്രെഡിങ് എന്താണ്, വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന കൊറോണയെ പോലെ അത്ര ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് കൊറോണയിൽ ഉണ്ടായിരുന്ന ഒരു ഭയം ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട വേണ്ട. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, കൊറോണ വൈറസിനേക്കാൾ കൂടുതൽ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ വൈറസ് സ്പ്രെഡ് ചെയ്യും. വളരെ ക്ലോസ് കോണ്ടാക്റ്റ് വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വന്നു, ഇപ്പോൾ ജൂലൈയിൽ കേസ് ഡിറ്റക്ട് ചെയ്തു, ഇപ്പോഴും വളരെ സ്ലോ ആയിട്ടാണ്, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ, ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ട, കൊറോണ പോലെയുള്ളൊരു ഇത് നമുക്ക് ഭീതി ഇതിനെക്കുറിച്ച് നമുക്ക് ഒട്ടും വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്പ്രെഡിങ് കുറവാണ്. സ്പ്രെഡിങ്ങിൻ്റെ ആ ഒരു, നമ്മൾ കൊറോണ വൈറസിൻ്റെ ആ ഒരു ലെവലിലില്ല. ഇത് ഏതെല്ലാം വഴികളിലൂടെയാണ് ഇത് പരക്കുന്നത്? ഇത് പരക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് എവിടെയൊക്കെയാണ് ഈ വൈറസ് കൂടുതലായിട്ട് കുടികൊള്ളുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ സ്പ്രെഡിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന റോഡൻസ്, ഈ കരണ്ട് തിന്നുന്ന ജീവികളിലാണ് ഈ വൈറസുകൾ കുടികൊള്ളുന്നത് കൂടുതലായിട്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണ്ണാനാണ്, നേരത്തെ പറഞ്ഞ പോലെ അണ്ണാനാണ് പ്രധാനമായിട്ടിത് ഉണ്ടാക്കുന്നത്. അണ്ണാൻ തന്നെ പല തരത്തിലുള്ള അണ്ണാനുണ്ട്. വരയണ്ണാൻ, വലിയണ്ണാൻ, അതുപോലെ തന്നെ കുറുനരി അണ്ണാൻ, മലയണ്ണാൻ. ഈ അണ്ണാനുകളിലൊക്കെ ഈ വൈറസുകൾ ഉണ്ടാവും, മങ്കി പോക്സ് വൈറസ് ഉണ്ടാവാം. അതുപോലെ തന്നെ എലികൾ, ചുണ്ടെലികളിലും അതുപോലെ പെരിച്ചാഴികളിലുമൊക്കെ ഈ വൈറസ് ഉണ്ടാവാം. അപ്പോൾ അതുവഴി നമുക്ക് പടരാൻ സാധ്യതയുണ്ട്. അതുപോലെ നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സ് എന്ന് പറയും, അതായത് കുരങ്ങുകളിലും ചിമ്പാൻസികളിലും ഒക്കെ ഇത് ഉണ്ടാകും. പക്ഷേ അതൊക്കെ നമുക്ക് റെയറാണ്, അത്രത്തോളം ഇതല്ല. ഈ അണ്ണാനുകളിൽ നിന്നും എലികളിൽ നിന്നും വരുന്ന പോലെ അത്ര കൂടുതലായിട്ട് നമുക്ക് കുരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചിമ്പാൻസിൽ നിന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിതിൻ്റെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരാം, പിന്നെ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടരാം. അപ്പോൾ നമുക്ക് ആദ്യം മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് ഇതെങ്ങനെ പടരാം എന്ന് നോക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റാണ്, അത് നേരിട്ടുള്ള സമ്പർക്കം. ഇപ്പം ഏതെങ്കിലും അണ്ണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചുണ്ടലിയോ വല്ലതും കടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, കടിക്കുകയോ മാന്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ചുണ്ടലിയോ മണ്ണാനോ മങ്കി പോക്സ് വെച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ നമുക്ക് ലഭിക്കാം. അതുപോലെ തന്നെ ഈ ചുണ്ടലികളിലോ അണ്ണാനിലോ ഉണ്ടാകുന്ന സ്കിൻ ലീഷൻസ്, അവർക്കുണ്ടാകുന്ന സ്കിൻ ലീഷൻസ്, അവരുടെ സ്രവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സ്രവങ്ങൾ നമ്മളിലേക്ക് പടരുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം നമ്മളിലേക്ക് കിട്ടും. അതാണ് നമ്മൾ നേരിട്ടുള്ള സമ്പർക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരിട്ടല്ലാതെയുള്ള സമ്പർക്കം വഴിയും ഇത് വരാം. ഉദാഹരണം, നമ്മളിപ്പം ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് ഒരുപാട് കാലം ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റുകളുണ്ടാകും, ഈ വന്യമൃഗങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റുകളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഈ രോഗം നമ്മളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപര്യാപ്തമായ രീതിയിൽ
ഇറച്ചി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാകം ചെയ്യുമ്പോൾ അത്ര നല്ല രീതിയിൽ കുക്ക് ചെയ്യാതെ വെൽ കുക്ക്ഡ് അല്ലാത്ത ഹാഫ് മീറ്റായിട്ട് അങ്ങനെയൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞാൽ അതും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വേട്ടയാടുമ്പോൾ. അതെ അതെ, വേട്ടയാടപ്പെടുന്നത്. അതാണ് നമ്മൾ ഹണ്ടിങ്ങിന് പോകുമല്ലോ, വിനോദ ഉപാധിയായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയും ചെയ്യാറുണ്ട്. അവിടെ പോകുക അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറി. അതെ അതെ, അങ്ങനെ. അപ്പോൾ അതിനു വേണ്ടി അവിടെ പോയി മൃഗങ്ങളെ ഹണ്ട് ചെയ്ത് തിന്നുന്ന ബുഷ് മീറ്റ് എന്നാണ് അതിന് പറയുന്നത്. ബുഷ് മീറ്റ്. അപ്പോൾ ആ വേട്ടയാടപ്പെടുന്ന അത് കഴിക്കുമ്പോഴും ഇതുപോലെ അതിൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, നേരിട്ടല്ലാതെയുള്ള സമ്പർക്കത്തിലൂടെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇങ്ങനെ പടരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം അതും ഇതുപോലെ തന്നെ നേരിട്ടുള്ള സമ്പർക്കമാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെ ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കണം. ക്ലോസ് കോണ്ടാക്ട് നമ്മൾ കോവിഡിലൊക്കെ പറയും. കോവിഡിലൊക്കെ നമ്മളിപ്പം ഒരു മുറിയിൽ ജസ്റ്റ് ഒരു മുറിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെ രോഗം വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ അത് രോഗം നമ്മളെ ബാധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരായിരിക്കണം, അതല്ലെങ്കിൽ ഒരു മുറി ഷെയർ ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മുറിയിലിരുന്ന് ഏകദേശം ഒരു 12 മണിക്കൂർ ജോലി ചെയ്യുന്നവരായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരായിരിക്കണം, സെക്ഷുവൽ കോണ്ടാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ക്ലോസ് കോണ്ടാക്ട് നമ്മളിപ്പോഴും ക്ലോസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിലെ സ്രവങ്ങളിലൂടെയാണ് ഇത് പടരുന്നത്. ശ്വാസകോശത്തിലെ സ്രവങ്ങളിലൂടെയാണ് ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് പടരുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗം നമ്മളിലേക്ക് പടരുള്ളൂ. അതാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിട്ട് വരുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ രോഗം ബാധിച്ചവരുണ്ടല്ലോ, രോഗം ബാധിച്ചവർക്ക് എങ്ങനെയായാലും സ്കിൻ ലീഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ പ്രധാന സാറിന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. സ്കിൻ ലീഷൻസ് വരുമ്പോൾ ആ സ്കിൻ ലീഷൻസിൽ ആ കുമിളകളിൽ നിന്നുള്ള വെള്ളം നമ്മളിലേക്ക് വരിക, അങ്ങനെയുള്ളതൊക്കെ തട്ടി കഴിഞ്ഞാൽ അതും ഒരു സാധ്യതയുണ്ട്. ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, നമുക്ക് കോണ്ടാക്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രോഗി ഉപയോഗിച്ച പുതപ്പ്, തോർത്ത്, വസ്ത്രം, ഉടുപ്പ് ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. പിന്നെയുള്ള കോണ്ടാക്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്. അമ്മയ്ക്ക് അസുഖമുണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ചെറിയ കേസുകൾ മാത്രമേ ഉള്ളൂ, അബോർഷനൊക്കെ ഉണ്ടാവാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് കൺജനിറ്റൽ മങ്കി പോക്സ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതും നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളൊരു മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇപ്പോൾ ഒരുപാട് മിത്സ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ലൈംഗിക സ്രവത്തിലൂടെ ഇത് പടരുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അതൊരിക്കലും ഇതുവരെ കൺഫേം ആയിട്ടില്ല സ്രവത്തിൽ പടരുമെന്നുള്ളത്. ശരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ക്ലോസ് കോണ്ടാക്റ്റ് ആണ്, അല്ലേ? നമ്മൾ നല്ല ക്ലോസ് കോണ്ടാക്ട്, ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റ് ആണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലെ സ്രവം വളരെ എളുപ്പത്തിൽ പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അപ്പം അത്ര ക്ലോസ് കോണ്ടാക്റ്റുള്ളതുകൊണ്ടാണ്, അല്ല സ്രവം വഴിയുള്ള അതുകൊണ്ടല്ല. അപ്പം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇവർക്കൊക്കെയാണ്. ഇത് കൂടാതെ തന്നെ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. ബ്രസ്റ്റ് മിൽക്കിലൂടെ സ്പ്രെഡ് ചെയ്യോ? അമ്മയിൽ നിന്ന് കുട്ടിക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ബ്രസ്റ്റ് മിൽക്കിലൂടെ കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മങ്കി പോക്സ് എന്തായാലും അമ്മയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക. കുട്ടിക്ക് ഇൻഫൻറ്റ് ഫീഡ് കൊടുക്കുക എന്നുള്ളത്, ഫോർമുല ഫീഡ് പാലഡായിട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് പടരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ക്ലോസ് കോണ്ടാക്ട് ആണ് ഏറ്റവും കൂടുതൽ, അല്ലേ? മറ്റൊന്ന്, നമ്മളിപ്പോൾ ഈ മങ്കി പോക്സിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കാരണം ആളുകൾ ഇപ്പോൾ ഒരുപാട് ഇടയ്ക്കൊക്കെ പനി പ്രശ്നങ്ങൾ, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. പനി ഒന്ന് മാറുന്നു, ഡോക്ടറെ കാണിക്കുന്നു, തിരിച്ചു വരുന്നു, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പനിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മങ്കി പോക്സിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്കറിയാം എല്ലാ അസുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അപ്പോഴാണല്ലോ നമുക്ക് ബോധവൽക്കരണം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി, ഏത് വൈറസും അല്ലെങ്കിൽ ഏത് ബാക്ടീരിയയും നമ്മുടെ ശരീരത്തിലോട്ട് വന്ന് അത് ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കുറച്ചൊരു സമയമെടുക്കും. ഈ സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി നമുക്കൊരു ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ 13 ദിവസം അതല്ലെങ്കിൽ മാക്സിമം 21 ദിവസം വരെ എന്ത് ചെയ്യാം, അത് പോകാമെന്നുള്ളതാണ്. ഒരു
വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കോണ്ടാക്റ്റിലൂടെ വന്നു കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങൾ വരാൻ വേണ്ടി എന്ത് ചെയ്യാം 13 ദിവസം അല്ലെങ്കിൽ 23 ദിവസം വരെ. പക്ഷേ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പൊതുജനങ്ങൾക്ക് അറിയാം ഒരു വൈറൽ ഇൻഫെക്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്. കാരണം ഒരു കൊറോണ വന്നു പോയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ വൈറൽ ഡിസീസസിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന എന്തെങ്കിലും നമുക്ക് ഫീവറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. പിന്നെ ഈ പനി തുടങ്ങുന്നതിൽ മുന്നേ തന്നെ പ്രോഡ്രോമൽ സിംറ്റംസ് എന്ന് പറയും. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നിസ്സാരമായി പറയുകയാണെങ്കിൽ ജലദോഷം, മൂക്കടപ്പ്, ഒരു എന്താ പറയുക കൊക്കിള്ള ചുമ, ചെറിയൊരു ചുമ, അസഹ്യമായ ശരീരവേദന. പൊതുവെ വൈറൽ അസുഖങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എന്ത് അസഹ്യമായ ശരീരവേദന ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ശരീരവേദന, പനി, ചുമ, തലവേദന ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കാര്യപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. മൂക്കൊലിപ്പ് ഉണ്ടാവാം വൈറൽ ഇൻഫെക്ഷൻ. അതുകൊണ്ട് ഇത് മറ്റു പനികളുമായി ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, മനസ്സിലായിട്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൽ കാണുന്ന എന്തെങ്കിൽ റാഷ്, ശരീരത്തിൻ്റെ സ്കിന്നിനെ എന്ത് ചെയ്യും ബാധിക്കും. ഓക്കെ, അപ്പോൾ സ്കിന്നിൽ എന്ത് ചെയ്യും റാഷ് ഉണ്ടാവും. അപ്പോൾ സ്കിന്നിലുണ്ടാവുന്ന റാഷ് ഇപ്പോൾ നമ്മളെ ആൾക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത് നമ്മളെ ചിക്കൻ പോക്സിലും മീസിൽസിലും ഒക്കെ ഉണ്ടാവുന്ന പോലെ ശരീരത്തിൽ കുമിളകൾ വരാം. അപ്പോൾ ഒരു 3 ദിവസം, ആദ്യത്തെ ഒരു 3 ദിവസം പനി, തലവേദന, ശരീരവേദന. 4-ാമത്തെ ദിവസം മുതൽ എന്ത് ചെയ്യും റാഷ് തുടങ്ങും. അത് ചുവപ്പ് കളറിൽ പൊങ്ങി നിൽക്കാത്ത രീതിയിലാണ് കാണുന്നത്. ഓക്കെ, ഒരു 5 ദിവസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും അത് പൊങ്ങി തുടങ്ങും, ഒരു കുമിള പോലെ വരും. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമിളയുടെ ഉള്ളിൽ എന്ത് ചെയ്യും നീര് കെട്ടും. അപ്പോൾ അതിനെ പാപ്യൂൾസ് എന്ന് പറയും. ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം അതിൻ്റെ ഉള്ളിലത്തെ ആദ്യം ഉണ്ടാവുന്ന നീര് വെറും ക്ലിയർ ഫ്ലൂയിഡാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറും, അതിന് പെസ്റ്റ്യൂൾസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ. ആദ്യം പനിക്കുന്നു, പിന്നെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു കളർ വ്യത്യാസം വരുന്നു, കുമിളകൾ വരുന്നു. ഇനി ഈ കുമിളകൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്, അവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനോട് താരതമ്യപ്പെട്ട മറ്റ് അസുഖങ്ങളുണ്ട്. പക്ഷേ ഇതിലേറ്റവും കൂടുതൽ കാണുക മുഖത്ത്, വായയിൽ, കണ്ണിൻ്റെ മുകളിൽ, ഇവിടെയാണ് ഇത് ആദ്യം പൊങ്ങി വരുന്നത്. പിന്നെ കൈയിൻ്റെ അടിയിൽ വരാം. ഓക്കെ, പിന്നെയാണ് ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള അസുഖങ്ങളിൽ ഉദാഹരണത്തിന് ചിക്കൻ ബോക്സിലാണെങ്കിലും മീസിലാണെങ്കിലും ചിക്കൻ ബോക്സിൽ പ്രത്യേകിച്ച് സെൻട്രൽ ഭാഗത്ത് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ബാക്കി. അപ്പോൾ അതാണ് എന്നിട്ട് ഇപ്പോൾ നമ്മളെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞ ഡോക്ടർമാരൊന്നും അല്ലെങ്കിൽ അവർക്ക് ചിക്കൻ ബോക്സ് കണ്ടാൽ മനസ്സിലാവും. കാരണം അവർക്ക് ആ ഒരു പൊങ്ങുന്ന, ഇപ്പോൾ വീട്ടിലെ അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അമ്മൂമ്മ പറയും അത് ഇവിടെയാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത. അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും ഇതെല്ലാം ഉണങ്ങി പോവാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലക്ഷണങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. സാറ് പറഞ്ഞത് എനിക്കൊന്നുകൂടി ആഡ് ചെയ്യാം. സ്കിൻ റാഷ് പോലെ തന്നെ ഇതിന്നൊരു വ്യത്യസ്തമായിട്ട് ഉള്ളത് അതിന്റെ കൈല വീക്കുന്ന ഒരു അതുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൈല വീക്കം അറിയാലോ, നമ്മുടെ കക്ഷത്തും അതുപോലെ തന്നെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ കൈല വീങ്ങും. അത് ബാക്കിയുള്ള ഡിസീസുമായിട്ടൊന്ന് വേർതിരിക്കുന്ന സ്കിൻ റാഷ് പോലെ തന്നെ വേർതിരിക്കുന്ന ഒരു ഗ്ലാൻഡുലാർ ഫീവേഴ്സ് എന്നതിന് പറയാം. ഇതൊക്കെ ബേസിക്കലി എന്ത് ചെയ്യും കയലുണ്ടാക്കും. ഓക്കെ. അപ്പോൾ വളരെ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പൊതുവേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക, പനി വരുമ്പോൾ തന്നെ പൊതുവേ ആശങ്കയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ പോക്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുൻഭാഗത്താണെങ്കിൽ നമ്മുടെ മുഖത്തു നിന്നാണ് ഇതിൻ്റെ ആ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലിപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ ഒരു മരണനിരക്ക് വളരെ കുറവാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നാലും നമ്മൾ ഇതിൽ ഏതെങ്കിലും വിഭാഗങ്ങളിൽ ഗുരുതരമായി ബാധിക്കാറുണ്ടോ? അതായത് നമ്മളെ ചിൽഡ്രൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു, അതായത് ഇതിൻ്റെ മരണനിരക്ക് കുറവാണ്, ശരിയാണ്. മങ്കി പോക്സിൻ്റെ മരണനിരക്ക് വളരെ കുറവാണ്. 3 മുതൽ 6% വരെയാണ് ഇതിൻ്റെ മരണനിരക്ക്. അതായത് 100 പേരിൽ ബാധിക്കുമ്പോൾ അതിൽ 3 മുതൽ 6 പേർ മരണപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ 3 മുതൽ 6 പേർ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അപ്പോൾ മരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ മരണപ്പെടാത്തൊരു രോഗമാണെന്നുള്ള രീതിയിൽ അങ്ങനെ കരുതേണ്ടതില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. എങ്കിലും നമുക്ക് ജാഗ്രത മാത്രം ആണ് വേണ്ടത്. 3 മുതൽ 6% വരെയാണ് ഇതിൻ്റെ മരണനിരക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 വകഭേദങ്ങളുണ്ട് നമ്മുടെ ഈ മങ്കി പോക്സ് വൈറസിന്.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു നമ്മൾ മധ്യ ആഫ്രിക്കയിൽ രൂപം കൊണ്ട വകഭേദം, പിന്നെ ഒന്ന് പടിഞ്ഞാറെ ആഫ്രിക്കയിൽ രൂപം കൊണ്ട വകഭേദം. അപ്പം ഈ മധ്യ ആഫ്രിക്കയിൽ രൂപം കൊണ്ട വകഭേദത്തിൻ്റെ മരണനിരക്ക് 11%. പറഞ്ഞാൽ 100 പേർക്ക് വന്നു കഴിഞ്ഞാൽ 11 പേര് മരിക്കും. പടിഞ്ഞാറെ ആഫ്രിക്കയിൽ രൂപം കൊണ്ട വകഭേദമാണെങ്കിൽ 3 മുതൽ 6% വരെയാണ് മരണനിരക്ക്. നമ്മുടെ ഭാഗ്യം കൊണ്ടോ എന്തോ ഈ 2002 മങ്കി പോക്സ് ബാധിച്ചപ്പോൾ അത് ഈ പടിഞ്ഞാറെ ആഫ്രിക്കയിലുള്ള വകഭേദമായ വൈറസാണ് ഇവിടേക്കൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഇത്തിരി കുറവാണ്, 3 മുതൽ 6% വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശ്വാസകോശത്തെ വളരെയധികം ബാധിക്കും. കാരണം ശ്വാസകോശ സ്രവം വഴിയാണ് ഇത് പടരുന്നത്. അപ്പോൾ നമ്മൾ ശ്വാസകോശത്തിലെ ന്യൂമോണിയ അഥവാ ബ്രോങ്കോ ന്യൂമോണിയ എന്നുള്ള രോഗം നമ്മൾ ബാധിക്കാം. അതുപോലെ തലച്ചോറിൽ ഇത് ബാധിക്കും, തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, എൻസെഫലൈറ്റിസ് എന്നാണ് അതിന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ സെപ്സിസ് ഉണ്ടാക്കും. സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഓർഗൻസിലേക്ക്, ഇപ്പോൾ കിഡ്നിയിലേക്കും എല്ലാ രോഗങ്ങളിലേക്കും ബ്ലഡ് വഴി ഈ ഇൻഫെക്ഷൻ പടരാം. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള അണുബാധകളൊക്കെ നമ്മളെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് എന്ന് പറയും. ബാക്കിയുള്ള അണുബാധകളെല്ലാം ഇങ്ങോട്ട് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിനെ ബാധിക്കാം. കൂടുതലായി കഴിഞ്ഞാൽ കോർണിയനെ ബാധിച്ചിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അപസ്മാരം ഉണ്ടാക്കാം, അതുപോലെ കോമയിലേക്കും അവസാനം മരണത്തിലേക്കും വരെ ഈ രോഗം ബാധിക്കാം. പക്ഷെ മരണനിരക്ക് ഇതേപോലെ 3 മുതൽ 6% വരെ തന്നെയാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ആരെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രതിരോധ ശക്തി കുറഞ്ഞവർ, കുട്ടികളിൽ, പ്രായമുള്ളവർ, അതുപോലെ തന്നെ മറ്റു രോഗമുള്ളവർ, അതുപോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, അതേപോലെ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവർക്ക് പെട്ടെന്ന് ന്യൂമോണിയ വരാം. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ കോവിഡിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് അടിസ്ഥാന മറ്റു രോഗങ്ങളുള്ളവരാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പിന്നെ അപ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇതിൽ സാധാരണയായി ചെയ്യാറുള്ളത് എന്നുള്ളതൊന്ന് ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് നോക്കി കണ്ട് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ ഏത് രീതിയിലൊരു ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഡയഗ്നോസിസ് എന്നാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്നാണ്. അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പനി വന്നു, പിന്നെ അതിൻ്റെ റാഷ് വരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്തു 90%. പിന്നെ നേരത്തെ ഡോക്ടർ നാരായണൻ പറഞ്ഞതുപോലെ തന്നെ ട്രാവൽ ഉണ്ടോ, അയാൾ എന്തിനായിട്ട് ബന്ധപ്പെട്ടു, മുഹമ്മദ് അലി പറഞ്ഞ പോലെ ഇപ്പം ഇന്നത്തെ കാലത്ത് പെറ്റ്സ് കൂടുതലാണ്, അപ്പോൾ പെറ്റ്സിനായിട്ടുള്ളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്തു ഏകദേശം ഇതിൻ്റെ രൂപം മനസ്സിലാക്കി. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയാലും നമുക്ക് എന്ത് ചെയ്യണം, ഇത് കൺഫേം ചെയ്യണം. അതെപ്പോഴും മസ്റ്റാണ്. നമുക്ക് കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ കൺഫേം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് RT-PCR ടെസ്റ്റ്. കൊറോണയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊച്ചുകുട്ടി പോലും പറയുന്നത് ആൻറ്റിജൻ ടെസ്റ്റാണ് RT-PCR. അപ്പോൾ ഇതിനും നമ്മൾ ചെയ്യുന്നത് എന്താണ്, RT-PCR ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ RT-PCR നമ്മൾ എന്തിൽ നിന്ന് എടുക്കണം? ബ്ലഡിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രവണങ്ങളിൽ നിന്ന് എടുക്കാം, നമ്മളെ സലൈവയിൽ നിന്ന് എടുക്കാം, അതുപോലെ നമ്മളെ തൊലിയുടെ മുകളിൽ പൊങ്ങുന്ന കുമിളകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലെ ദ്രാവങ്ങൾ എടുക്കാം, യൂറിൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈറസിനെ ഐസൊലേറ്റ് ചെയ്ത് ഇന്ന വൈറസാണ് ഉറപ്പ് വരുത്തണം. കാരണം ഇത് ഏത് വൈറസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൺഫേം ചെയ്ത് പറയേണ്ടത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഇത്രയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തലച്ചോറിനെ ബാധിച്ച നട്ടെല്ലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ PCR ചെയ്യാം. ലങ്സിന് ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞാൽ കഫെടുത്ത് അത് പരിശോധിക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കോവിഡിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ കോവിഡ് ചെയ്ത പോലെ തന്നെ RT-PCR അല്ലെങ്കിൽ PCR ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് വളരെ എന്താ പറയുക നല്ല രീതിയിൽ പ്രതിരോധിച്ച അല്ലെങ്കിൽ പ്രതിരോധം കണ്ടെത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു മങ്കി പോക്സ് കൂടുതൽ വ്യാപനത്തിൽ നിന്നും എങ്ങനെയാണ് നമുക്കതിനെ തടയാൻ പറ്റുക? അതെ, അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നാരായണനാണ്. കാരണം നാരായണൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ, പ്രിവെൻഷൻ എന്നുള്ളതാണ് അവരുടെ മെയിൻ സംഭവം. കാരണം നമുക്ക് എല്ലാവരും തടയലാണല്ലോ ഏറ്റവും കൂടുതലാണ് അല്ലേ. അപ്പോൾ രോഗപ്രതിരോധം നേരത്തെ മുതൽ പറഞ്ഞ പോലെ കേരളത്തിൽ കോവിഡ് ഇത്രയും പ്രതിരോധിച്ചതാണ്.
അപ്പം കോവിഡിനെ അത്രയും പ്രതിരോധിച്ച പോലെ തന്നെ നമ്മുടെ കേരളവും നമ്മുടെ കേന്ദ്രവും ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മങ്കി പോക്സ് വന്നപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ രോഗം പ്രതിരോധിക്കേണ്ടത് ഞാനിവിടെ ഒരു 5 രീതിയിൽ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ട്രേസിംഗ് ആണ്. രണ്ടാമത്തത് ആരോഗ്യ പ്രവർത്തകർക്കുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്. മൂന്നാമത്തത് നമ്മൾ പൊതുജനങ്ങൾക്കുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്. നാലാമത്തത് വാക്സിനേഷൻസ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത്. അഞ്ചാമത്തത് കോണ്ടാക്ട് നമ്പറുകൾ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമ്മൾ പറയുന്നത് കോണ്ടാക്ട് ട്രേസിംഗ് ആണ്. കോണ്ടാക്ട് ട്രേസിംഗ് എന്നുള്ള വാക്ക് കോവിഡ് വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. കോണ്ടാക്ട് ട്രേസിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു കോണ്ടാക്ട് ഇപ്പം മങ്കി പോക്സ് രോഗിയുമായിട്ട് ഒരാൾക്ക് കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഐസൊലേഷനിലോ ക്വാറന്റൈനിലോ പോകേണ്ട കാര്യമില്ല. ഗവൺമെൻറ് പറഞ്ഞത് പ്രകാരം അവർ പോകേണ്ട ആവശ്യമില്ല. അതേസമയം രോഗി 21 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം. പക്ഷേ രോഗിയുമായിട്ട് ബന്ധപ്പെട്ടവർ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത്ര കോണ്ടാക്റ്റ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പം അതെ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് പോലെ അത്ര ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ട് രോഗിയുമായിട്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു പൊതുജന താല്പര്യാർത്ഥം വേണമെങ്കിൽ ഒരു 21 ദിവസം അവർക്ക് ക്വാറന്റൈനിൽ നിൽക്കാമെന്നുള്ളൂ. അത് അവരുടെ ഇഷ്ടമാണ്, ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം 21 ദിവസം മാറി നിന്ന് വെച്ച് ലീവൊന്നും ഗവൺമെൻറ് തരാനും പോകുന്നില്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. നമുക്ക് ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി അത്ര ക്ലോസ് കോണ്ടാക്റ്റ് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 21 ദിവസം നോക്കാം അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് വരുന്നുണ്ടോ. സാധാരണ നേരത്തെ പറഞ്ഞ ആ ഒരു രോഗലക്ഷണങ്ങൾ അവർക്ക് വരുന്നുണ്ടോ, അവരെപ്പോഴും സ്കിന്നിലൊക്കെ നോക്കുക, എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോവുക, അവിടെ റിപ്പോർട്ട് ചെയ്യുക. അതാണ് അവർ ചെയ്യേണ്ടത്. ഇതാണ് കോണ്ടാക്ട് ട്രേസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് പറയുന്നത്. കോവിഡിൻ്റെ അതേ മുൻകരുതലുകൾ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം ആദ്യമായിട്ടൊരു മങ്കി പോക്സ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അവരാദ്യം കോൺടാക്ട് ചെയ്യുന്നത് ആരോഗ്യ പ്രവർത്തക ഡോക്ടർമാരെടുത്തായിരിക്കും. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം പറയേണ്ടത് സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണ്. ഒരു ഡിസ്റ്റൻസ്, പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മാറ്റി നിർത്തിയിട്ട് അവരോട് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം കൃത്യമായിട്ട്. അതുപോലെ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കണം. നമ്മുടെ ഹാൻഡ് വാഷിങ് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ അവരെ രോഗിയെ പരിശോധിക്കാൻ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഗ്ലൗസ് ഇടണം. പനിയും ഇപ്പോൾ നമ്മൾ അങ്ങനെ അതൊക്കെ വിട്ടു കോവിഡ്, അപ്പം നമ്മൾ വീണ്ടും അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം അവരെ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്ലൗസ് അവിടെ ഇവിടെ ഇടരുത്. അത് കൃത്യമായിട്ട് ഡിസ്കാർഡ് ചെയ്ത് നിർമ്മാർജ്ജനം ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും വീഴ്ച വരുത്തത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആരോഗ്യ പ്രവർത്തകർ മുൻകരുതലുകളായിട്ട് എടുക്കേണ്ടതുണ്ട്. മൂന്നാമത് പറയുന്നത് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള മുൻകരുതലുകളാണ്. പൊതുജനങ്ങൾക്കും ഇതേ കോവിഡിൻ്റെ അതേ മുൻകരുതലുകൾ തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ഉപയോഗിക്കുക, ഹാൻഡ് വാഷിങ്, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇതൊക്കെയാണ്. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഒന്ന് കുറയ്ക്കുക. അപ്പം അതുപോലെ തന്നെ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുകയാണെങ്കിൽ തന്നെ, അണ്ണാൻ കുഞ്ഞിന് അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ അവരൊന്നും കടിയേൽക്കാതെ അല്ലെങ്കിൽ മുറിവുകൾ പറ്റാതെ അല്ലെങ്കിൽ അവരുടെ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പെറ്റ് ഷോപ്പ് നടത്തുന്നവരുണ്ട്. പെറ്റ് ഷോപ്പ് ഉപജീവനമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മങ്കി പോക്സ് വന്നു വെച്ചാൽ അവരുടെ കഞ്ഞൂടി പൊട്ടിക്കാൻ നമ്മൾ പാടില്ല. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം അവരെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പടർന്ന്, ഇപ്പം നമ്മൾ കേരളമോ ഇന്ത്യയോ ഒന്നും എൻഡമിക് കൺട്രി അല്ല. ഇത് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു എൻഡമിക് കൺട്രി, ആഫ്രിക്ക പോലൊരു എൻഡമിക് കൺട്രി ആയിപ്പോകും. അപ്പോൾ അവരാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരെല്ലാം ഇവരായിട്ടുള്ള കോണ്ടാക്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഹണ്ടിങ്ങിനൊന്നും ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് പോകണ്ട. അത് വിനോദാഭാതി ഒഴിവാക്കുക. ഹണ്ടിങ്ങിനെ പോകുക. അതുപോലെ പര്യാപ്തമായ രീതിയിൽ പാകം ചെയ്യുക. ഭക്ഷണം ഇറച്ചി നല്ലതായിട്ട് വേവിക്കുക. അതുപോലെ ബുഷ് മീറ്റ്, വെടിയിറച്ചിയൊന്നും അങ്ങനെ കഴിക്കാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും ഒരുപാട് തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പം അതെല്ലാം ഒഴിവാക്കുക. ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ മന്ത്രാലയവും പറയുന്ന വാർത്തകളും വസ്തുതകളും മാത്രം എടുക്കുക. അതുകൂടാതെ നാലാമത് പറയാനുള്ളത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പം ഒരു വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ പോക്സ് വാക്സിനാണ്. നമ്മൾ വസൂരിക്ക് കൊടുത്തിരുന്ന വാക്സിനേഷൻ. അപ്പം എൻ്റെ അച്ഛനും അവരൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഈ വസൂരിക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുണ്ട്. അവരുടെ ഈ ഭാഗത്ത് കാണാൻ നല്ല കുത്തിയ പോലെ ഒരു മാർക്ക് കാണാം. അപ്പോൾ
അതെടുത്തവരിൽ 85% പേരും പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പം മരണനിരക്ക് അവരിലൊക്കെ കുറവാണ്. ഈ വാക്സിൻ എടുത്തവരെല്ലാം കുറവാണ്. അപ്പോൾ സ്മോൾ പോക്സിൻ്റെ വാക്സിൻ എടുത്തവർക്ക് ഇംബിനാക്സ് പറഞ്ഞൊരു വാക്സിനുണ്ട്. ആ വാക്സിൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. യൂറോപ്യൻ കൺട്രീസിൽ അത് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വാക്സിൻ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനാവാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇവിടെ എത്തിയാൽ ഇതുപോലെ നിർബന്ധമൊന്നും ആക്കാൻ സാധ്യതയില്ല, എങ്കിൽ പോലും അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ജിനിയോക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാക്സിനും കൂടി അവൈലബിൾ ആണ്. പിന്നെ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിന് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതൊക്കെ പുറം രാജ്യങ്ങളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ ബേസിക്കലി ഈ സ്മോൾ പോക്സിൻ്റെ ഈ വാക്സിനാണ് ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വാക്സിൻ. പിന്നെ പറയാനുള്ളത് കോൺടാക്ട് നമ്പറുകളെ കുറിച്ചാണ് ഏറ്റവും അവസാനം പറയേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ആൾക്ക് ഇതേപോലെ ലക്ഷണങ്ങളുണ്ട്. സാറ് പറഞ്ഞ ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഡോക്ടറെ കാണാനുള്ളൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളുണ്ട്. അപ്പം അത് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന് നമ്പറുകളുണ്ട്, കോൺടാക്ട് നമ്പറുണ്ട്. അതുപോലെ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഫീൽഡ് യൂണിറ്റ് കേരളയുടെ നമ്പറുണ്ട്. അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ നമ്മുടെ IDSP ഓഫീസ്, മലപ്പുറം ജില്ലയുടെ IDSP ഓഫീസർ, അതിന് നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. മങ്കി പോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ വാക്സിനുകൾ പറഞ്ഞു, ഇതിൻ്റെ മരുന്നുകളെ കുറിച്ചൊരു കൂടുതൽ വിശദാംശങ്ങളൊന്ന് നൽകാൻ പറ്റുമോ? മരുന്നുകളെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നത് ജലീൽ സാറിനാണ്. സാറാണ് മെഡിസിനിലെ പ്രൊഫസർ. അപ്പോൾ സാറൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ എന്താണ്? ശരീരവേദന, മൂക്കൊലിപ്പ്, പനി എന്നുള്ള. അപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗൗരവമുള്ള ഒരു അസുഖമല്ല. അപ്പോൾ 100 പേരിൽ എത്ര മരണസംഖ്യ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അത് നിസ്സാരമാക്കാനല്ല, പക്ഷേ അതേസമയം ഇതിന് മൊത്തത്തിൽ പൊതുവേ വൈറൽ ഡിസീസസിന് എന്തില്ല, സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കൊറോണ വന്ന് കുറേ കാലത്തിന് ശേഷം അതിൽ തന്നെ കുറേ ചികിത്സകൾ വന്നു. അപ്പോൾ ഇതിന് നമുക്ക് സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ ആദ്യം കാണുന്ന ലക്ഷണങ്ങൾക്ക്, ഇപ്പോൾ പനിയാണെങ്കിൽ പനിക്കുള്ള മരുന്ന്, മൂക്കൊലിപ്പാണെങ്കിൽ മൂക്കൊലിപ്പിനുള്ള മരുന്ന്, ഇത്ര മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. സാധാരണ ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇതിനെ വേറൊരു രീതിയിൽ പറയുന്നത് സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് എന്നാണ്. ഇതെന്ത് ചെയ്യും, ഇത് താനെ മാറും. അപ്പോൾ നമ്മൾ പനി ഉണ്ടെങ്കിൽ പനിക്ക് മരുന്ന് കൊടുക്കുക, ജലദോഷത്തിന് മരുന്ന് കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞത് ശരീരത്തിലുള്ള കുമിളകൾ, അത് വന്നു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യാം, സെക്കൻഡറി ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സംഭവിക്കാം. അങ്ങനെ വേണമെങ്കിൽ മാത്രം നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യും, കൂടുതൽ ചികിത്സകൾ വേണ്ടി വരും. പിന്നെ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. ഈ ഒരു കുമിളകളുടെ പ്രത്യേകത അതാണ്, ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ചൊറിച്ചിലുള്ള മരുന്ന് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണത്തിനോടുള്ള ഒരു എന്താ പറയുക അവൽഷൻ, ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതേസമയം എന്ത് ചെയ്യും, ഛർദി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൊതുവേ ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ ഹൈജീൻ കീപ്പപ്പ് ചെയ്യുക. സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പറയും കുളിക്കരുതെന്നാണ്. ശരിക്കും 2 നേരം കുളിക്കാം. ഈ പ്രത്യേകിച്ച് ഈ കുമിളകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് വൃത്തിയാവണം. ഇതിനെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം. നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം. അപ്പോൾ നേരത്തെ നാരായൺ പറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ 2 നേരം കുളിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ലൈറ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഇത്ര മാത്രമാണ് ഇതിൽ വരേണ്ടത്. പിന്നെ പറയുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ്റെ ചികിത്സയാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു, തലച്ചോറിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, ബ്ലഡിൽ വന്നിട്ട് സെപ്റ്റിസീമിയ ഉണ്ടാകും. ഇത്രയും ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ചികിത്സകൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വാക്സിനെ കുറിച്ച് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ചികിത്സയെ കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ചരിത്രവശങ്ങളും അതുപോലെ ഏതൊക്കെ വഴിയിലൂടെയാണ് ഇത് പകരുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ മരണനിരക്ക് കുറവാണ്, എന്നാലും നമ്മൾ ജാഗ്രത വേണം. ഭയപ്പെടാതെ പുതിയ സാഹചര്യങ്ങളെ നമ്മൾ ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ നേരിടുക എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളെ കൂടെ ചേർന്നത് MES മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ സാറും അതുപോലെ MES മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ നാരായണൻ നമ്പൂതിരി സാറുമാണ്. ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Are you a professional? Then you definitely need to know this. Suicide rate in professionals are increasing.
Financial constraints are gripping most of us. Depression cases are on an all-time high. Parental anxiety about the child's future is alarming. Many families are on the verge of divorce. Somewhere, something is missing. Prophase is the missing link. Introducing a life-changing event from desperate life to a peaceful life. Prophase 2.0, acing you to the next level. 2023, Jan 28 and 29. صحبي بكم ساعدت من أجل آيات رب